പ്രിയമുള്ളവരെ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. കാലം ഒരു നിശബ്ദനായ കൊലയാളിയാണ്. നമ്മൾ നോക്കി നിൽക്കെ ഒരു ഘടികാരത്തിലെ സൂചികൾ പോലെ അത് ഓരോ നിമിഷത്തെയും കൊന്നൊടുക്കുന്നു. ഘടികാരം ഒരിക്കലും പിന്നോട്ട് കറങ്ങാറില്ല. അതിന്റെ നിർമ്മിതി മുന്നോട്ട് നീങ്ങുവാൻ മാത്രമുള്ളതാണ്. മടക്കമില്ലാത്ത ആ യാത്രയിൽ പൊയ്പോയ ദിവസങ്ങൾ ഒരിക്കലും തിരികെ വരാറില്ല. തിരിച്ചു വരവില്ലാത്ത ആ നഷ്ടത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെയാകാം മനുഷ്യന്റെ ഏറ്റവും വലിയ വിഷാദം. എല്ലാ ഘടികാരങ്ങളും മുന്നോട്ട് മാത്രമാണ് ചലിക്കുന്നത്, ഒരു പ്രവാഹം പോലെ. ആ സൂചികൾ സമയത്തിന്റെ സാക്ഷികളാണ്, ഒപ്പം നമ്മുടെ ആയുസിന്റെ അളവുകോലുകളും. മണിക്കൂറും മിനിറ്റും സെക്കൻഡും ചേർന്ന് ആ കാലചക്രം മുന്നോട്ട് നീങ്ങി നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്കുള്ള ദൂരം കുറച്ചുകൊണ്ടേയിരിക്കുന്നു. സൂചികളുടെ ആകാരത്തിലും ചലനത്തിലും വ്യത്യാസമുണ്ടാകാം. ഒന്ന് വേഗത്തിൽ ഓടുന്നു, മറ്റുള്ളവ ഗൗരവത്തോടെ സാവധാനം നീങ്ങുന്നു. പുറമേ നോക്കുമ്പോൾ സെക്കൻഡ് സൂചിക്ക് മാത്രമാണ് അശസ്തമായ ചലനം. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വെമ്പുന്ന ഒരു മനുഷ്യനെ പോലെ അത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവ നിശ്ചലമാണെന്ന് തോന്നുമെങ്കിലും അവയും ആ മരണയാത്രയിൽ പങ്കുചേരുന്നുണ്ട്. എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, സ്വയം തീരുമാനിക്കാൻ കഴിയാത്ത അന്ത്യതയിലേക്ക്. സെക്കൻഡ് സൂചിയുടെ ഓട്ടം വെറും ഒരു കാഴ്ച മാത്രമാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ശക്തി നിശബ്ദമാണ്. ആരും ശ്രദ്ധിക്കാത്ത ആ നിശബ്ദതയിലാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ചോർച്ച ഒളിഞ്ഞിരിക്കുന്നത്. ആരും കാണാതെ, ആരും അറിയാതെ ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നിൽ ഈ ഘടികാരങ്ങൾക്ക് ആധാരമായി ഒരു ചെറിയ ബാറ്ററി മാത്രമാണുള്ളത്. അത് അറ്റുപോയാൽ പിന്നെ നിശബ്ദത മാത്രം. ഒരു ചെറിയ ശ്വാസം, ഉള്ളിലെ ഊർജം, അത് നിലയ്ക്കുന്ന നിമിഷം നമ്മൾ പടുത്തുയർത്തിയ ലോകവും പേരും പ്രശസ്തിയും എല്ലാം നിശ്ചലമാകുന്നു. നിശ്ചലമാകുന്ന സൂചികയിൽ എല്ലാം അവസാനിക്കുന്നു. ജീവിതം ഒരു വലിയ സമയചക്രമാണ്. അതിൽ നമ്മൾ വെറും അക്കങ്ങൾ മാത്രം. ഇന്നലെയുടെ ഓർമ്മകൾ ബാക്കി വെച്ച് തീർച്ചയില്ലാത്ത നാളുകളെ നോക്കി നിൽക്കുമ്പോൾ ഇന്ന് നമുക്ക് സ്വന്തമായുള്ളത് ഈ നിമിഷം മാത്രമാണ്. ആ നിമിഷം പോലും മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കാത്തിരിക്കുന്നതും ഓടുന്നതും കരയുന്നതും എല്ലാം ആ ബാറ്ററി തീരും വരെ മാത്രം. അവസാനത്തെ ടിക് ടിക് ശബ്ദത്തിന് ശേഷം ഈ പ്രപഞ്ചം നമ്മളെ പതിയെ പതിയെ മറക്കും. മറ്റ് ഘടികാരങ്ങൾ അപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും, നമ്മളില്ലാത്ത ലോകത്ത് മറ്റൊരു സമയത്തെ സാക്ഷ്യപ്പെടുത്താൻ. ജീവിതം എന്നത് മനോഹരമായ ഒരു നാടകമല്ല, മറിച്ച് അവസാനമില്ലാത്ത ഈ ശൂന്യതയിൽ ഒരു ഘടികാരം ചെയ്യുന്ന നിരർത്ഥകമായ ചലനം മാത്രമാണ്. കാലം കടന്നു പോകുമ്പോൾ നമ്മൾ ശൂന്യതയിലേക്ക് അലിഞ്ഞു ചേരുന്നു. അതെ, ഒടുവിൽ ഈ ഘടികാരത്തിലെ സൂചികൾ പോലെ നാമും ഒരു ദിവസം പൂർണ്ണമായ നിശ്ചലതയിലേക്ക് വീഴും. അപ്പോഴും സമയം ബാക്കിയുണ്ടാകും, പക്ഷേ ആ സമയം കാണാൻ നമ്മൾ ഉണ്ടാകില്ല. ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സത്യമെന്നും അതോടൊപ്പം പ്രകൃതി നമുക്ക് തരുന്ന പാഠവും എന്നുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു പ്രഭാത ചിന്തയുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.